ഹായ്, ഏവർക്കും സ്വാഗതം. ഞാൻ ബ്ലാക്ക്. നമ്മൾ ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചിട്ടുള്ള പുതിയൊരു പദ്ധതിയെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇത് ആക്സിഡന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതിയാണ്. നിലവിൽ നമ്മുടെ നാട്ടിലും നാട്ടിൻപുറങ്ങളിലും അതല്ല റോഡുകളിൽ തന്നെ നമുക്ക് നിരന്തരമായി കാണാൻ കഴിയുന്നതാണ് ആക്സിഡന്റുകൾ എന്ന് പറയുന്നത്. ഇതിലൂടെ ഒരു വർഷം പൊലിഞ്ഞു പോകുന്ന ജീവൻ എണ്ണിത്തിട്ടപ്പെടുത്തുന്നതിലും അധികമാണ്. ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ മറികടന്നുകൊണ്ട് ജനജീവിതം എങ്ങനെ സംരക്ഷിക്കാം എന്ന ആശയത്തിലാണ് ഈ റോഡ് സേഫ്റ്റി, അതേപോലെ തന്നെ ആക്സിഡന്റ് സംരക്ഷണം എന്നുപോലുള്ള പുതിയ പദ്ധതികൾ നിലവിൽ വരുന്നത്. നിലവിൽ സർക്കാർ അനൗൺസ് ചെയ്യുന്ന ഈ പദ്ധതി പണരഹിത ചികിത്സയാണ് വാഗ്ദാനം ചെയ്യുന്നത്. മോട്ടോർ വെഹിക്കിൾ ആക്ട് 2019 ഭേദഗതി വരുത്തിയായിരിക്കും ഈ നിയമം മുന്നോട്ട് വരിക. രാജ്യവ്യാപകമായിട്ടാണ് പണരഹിത വാഹനാപകട സൗജന്യ ചികിത്സാ നിയമം നിലവിൽ വരാൻ പോകുന്നത്. ഇതിൽ മോർത്ത്, യുനെസ്കാപ്പ്, UNECA എന്നിവയുമായി സഹകരിച്ചാണ് പ്രവർത്തനം ആരംഭിക്കുക. ആക്സിഡന്റുകളിലൂടെ നഷ്ടപ്പെട്ടു പോകുന്ന ജീവൻ സംരക്ഷിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോഡ് സേഫ്റ്റി എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ടാണ് ഈ പ്രൊജക്ട് മുന്നോട്ട് നീങ്ങുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളെല്ലാം ഗ്ലോബൽ റോഡ് സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിലുള്ള നിയമങ്ങളിൽ പല ഭേദഗതികളും വരുത്തേണ്ടത് ആവശ്യമായി വരുന്ന ഒരു കാര്യമാണ് ഈ നിയമം. MV ഭേദഗതി വരുത്തിയതുപോലെ റോഡ് അപകടത്തിൽപ്പെട്ടവർക്കും സഹായം എന്ന നിയമം കൊണ്ടുവരുന്നതിനാവശ്യമായ ഭേദഗതികൾ ഉടനെ തന്നെ വരുത്തുന്നതായിരിക്കും. ഈ പദ്ധതിയിൽ സുവർണ സമയം എന്ന് പറഞ്ഞൊരു വാക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് റോഡ് അപകടത്തിൽ പെട്ടിട്ടുള്ള ആദ്യത്തെ 1 മണിക്കൂറിനെയാണ് സുവർണ സമയം എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ സുവർണ സമയം എന്നതുകൊണ്ട് വ്യക്തമാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റോഡ് അപകടത്തിൽപ്പെട്ട് 1 മണിക്കൂറിനുള്ളിൽ ചികിത്സ നൽകുകയാണെങ്കിൽ നമുക്ക് ഒരുവിധപ്പെട്ട എല്ലാവരെയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ പദ്ധതിയിലൂടെ 1,50,000 രൂപയാണ് ചികിത്സ ധനസഹായമായി നൽകാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ആക്സിഡന്റിൽപ്പെട്ട ഒരു വ്യക്തി എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തുകയും ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിൽ നൽകേണ്ട ചികിത്സയ്ക്ക് ആവശ്യമായ 1,50,000 രൂപയാണ് ഇതിലൂടെ നൽകുക. ഇതിനു പുറമെ നമുക്ക് ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് കാർഡ് കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് 5 ലക്ഷം രൂപ അതിൽ നിന്നും ചികിത്സ ലഭിക്കുന്നതാണ്. ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് തീർച്ചയായും നമുക്ക് ഒരു ജീവനെ സംരക്ഷിക്കാൻ കഴിയുന്നതാണ്. ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. ഒരു ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞ് ആദ്യത്തെ 1 മണിക്കൂറിൽ ലഭിക്കേണ്ട ചികിത്സ ലഭിച്ചു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയും. അതിനുവേണ്ടിയാണ് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള പുതിയൊരു അറിയിപ്പാണ്. ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയി നമ്മൾ ഒരു ആക്സിഡന്റ് കേസ് എടുക്കുമ്പോൾ മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ആശുപത്രികൾ നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളും ആശുപത്രിയിലുള്ള ഡോക്ടർമാരുടെ ഇടപെടലുകളിലും ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടാറുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടാതിരിക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങളിലും പുതിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെ ഉത്തരവിന് അനുസൃതമായി രാജ്യത്തെ ഏറ്റവും അടുത്തുള്ള ഉചിതമായ ആശുപത്രിയിൽ റോഡപകടങ്ങളിൽ ഇരയാവുന്നവർക്ക് പണരഹിത ട്രോമ കെയർ ചികിത്സ ലഭ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് റോഡ് ഗതാഗത സെക്രട്ടറി അറിയിച്ചു. ഇത് നമ്മുടെ രാജ്യത്തെ റോഡ് അപകടങ്ങളെ കുറയ്ക്കുന്നത് പോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഓരോ ജീവനെയും സംരക്ഷിച്ചു നിർത്തുകയും ചെയ്യുന്നു. നിലവിൽ ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ റോഡ് അപകട മരണം നടക്കുന്നത് ഇന്ത്യയിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരമൊരു നിയമം മുന്നോട്ട് വയ്ക്കുന്നത്. വിദ്യാഭ്യാസം, എഞ്ചിനീയറിംഗ്, എൻഫോഴ്സ്മെന്റ്, എമർജൻസി കെയർ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ 2030 നിലവിൽ നടക്കുന്ന ആക്സിഡന്റുകളിൽ 50% കുറയ്ക്കണം എന്നാണ് ഗവൺമെന്റ് ലക്ഷ്യം വയ്ക്കുന്നത്. അതുപോലെ തന്നെ റോഡ് രൂപകൽപ്പന ചെയ്യുന്ന സമയത്ത് റോഡ് അപകട സാധ്യതകൾ മുൻകൂട്ടി മനസ്സിലാക്കി അതിന് അനുസൃതമായി റോഡുകൾ നിർമ്മിക്കാൻ വേണ്ടി പ്രീ പ്ലാനിംഗ് എന്നുള്ള ഒരു കാറ്റഗറി കൂടെ റോഡ് നിർമ്മാണത്തിൽ കൊണ്ടുവരികയാണ്. അതുപോലെ തന്നെ നിലവിൽ അതിനോട് ചേർന്ന് റോഡ് അപകടങ്ങളിൽ നടക്കുന്ന ഡാറ്റ കളക്ട് ചെയ്യുകയും
അതിന്റെ വിശദവിവരങ്ങൾ പഠിക്കുകയും ചെയ്യുന്നതിനു വേണ്ടി ഒരു പുതിയ കേന്ദ്ര ശാഖ കൂടി നിർമ്മിക്കാൻ സർക്കാർ തീരുമാനമായിട്ടുണ്ട്. ഇത് ഈഡാർ എന്ന പേരിലാണ് നിലവിൽ വരിക. ഈ പദ്ധതിയിലൂടെ റോഡ് അപകടങ്ങളുടെ എല്ലാ വിശദവിവരങ്ങളും സർക്കാർ കളക്ട് ചെയ്യുകയും അതിന്റെ വിശദമായ വിവരങ്ങൾ പഠിക്കുകയും ഈ പറയുന്ന സ്ഥലങ്ങളിൽ എന്തുകൊണ്ടാണ് ആക്സിഡന്റ് ഉണ്ടാവുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്ത് അതിനുള്ള പരിഹാരങ്ങൾ അവിടെ നിർദ്ദേശിച്ചുകൊണ്ടും പരിഹാരങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടും ആക്സിഡന്റുകൾ ഒഴിവാക്കുക എന്നതാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം ഡൽഹിയിൽ നടക്കുന്ന ഗ്ലോബൽ റോഡ് സേഫ്റ്റി ഇനിഷ്യേറ്റീവിൽ അറിയിക്കുന്നതാണ്. കൂടാതെ 27 രാജ്യങ്ങളിൽ നിന്നും 130 റോഡ് സേഫ്റ്റി വിദഗ്ധരെ കൊണ്ടുവരികയും അവരിലൂടെ നമ്മുടെ രാജ്യത്ത് റോഡ് സേഫ്റ്റിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ പഠിച്ചു മനസ്സിലാക്കി മാറ്റാനുമാണ് സർക്കാർ പദ്ധതിയിടുന്നത്. ഇതിനോട് ചേർന്ന് ഡ്രൈവർ സർട്ടിഫിക്കറ്റിന് സേഫ് പ്രാക്ടീസ് നിർദ്ദേശിക്കുന്നു. അതേപോലെ തന്നെ കോഡുകൾ വികസിപ്പിക്കാനാണ് പദ്ധതിയിടുന്നത്. അതുപോലെ തന്നെ മൾട്ടി ഡിസിപ്ലിനറി ക്രാഷ് ഇൻവെസ്റ്റിഗേഷനിലൂടെ റോഡ് ക്രാഷുകളുടെ കാരണങ്ങളും അതിന്റെ പരിഹാരങ്ങളും കണ്ടെത്തി പരിഹരിക്കുന്നതാണ്. അതുപോലെ തന്നെ അപകട സാധ്യതയുള്ള റോഡുകൾ മനസ്സിലാക്കി അവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിലൂടെ ഇന്ത്യയുടെ റോഡ് സേഫ്റ്റി മെച്ചപ്പെടുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പുതിയ വാഹനങ്ങൾ ഇറക്കുന്നതിലും നമ്മൾ ഒരുപാട് സേഫ്റ്റി മെഷേഴ്സ് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുന്നുണ്ട്. എഞ്ചിനീയറിംഗ് വഴി വാഹന സുരക്ഷ പ്രോത്സാഹിപ്പിക്കുന്നതിന് സുപ്രധാന നടപടികൾ കൈക്കൊള്ളുകയാണ്. അതിൽപ്പെടുന്നത് ഇവയെല്ലാമാണ്: ABS, ഓവർ സ്പെൻഡിംഗ് അലേർട്ട് സിസ്റ്റം, സീറ്റ് ബെൽറ്റ് അലാം, പുതിയ ഭാരത് NCAP ക്രാഷ് സേഫ്റ്റി റേറ്റിംഗ് ടെസ്റ്റ് എന്നിവയാണ്. ഇതെല്ലാം നമ്മുടെ രാജ്യത്തെ റോഡുകളിൽ പൊലിഞ്ഞു പോകുന്ന ജീവനുകളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി സർക്കാർ നടത്തുന്ന പുതിയ നീക്കങ്ങളാണ്. ഈ പരിപാടി മുന്നോട്ടു പോകുന്നതിലൂടെ ഉയർന്നു വരുന്ന ശുപാർശകൾ ജനീവയിൽ നടക്കാനിരിക്കുന്ന റോഡ് ട്രാഫിക് സേഫ്റ്റി സെഷനുകൾക്കായുള്ള വരാനിരിക്കുന്ന ഗ്ലോബൽ ഫോറത്തിൽ ചർച്ച ചെയ്യുമെന്ന് IRTE പ്രസിഡന്റ് രോഹിത് ബലുജ പറഞ്ഞു. ഇത് UNECE മാൻഡേറ്റിന് കീഴിൽ വരുന്ന നിയമോപകരണങ്ങളിൽ ഉൾച്ചേർത്ത് ഇതിന്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ പദ്ധതി വിജയകരമായി പൂർത്തിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അകാലത്തിൽ പൊലിഞ്ഞു പോകുന്ന ഒരുപാട് ജീവനുകൾ സംരക്ഷിക്കാൻ കഴിയുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. താങ്ക് യു.